അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രധാന ചരിത്ര സംഭവങ്ങൾ ഉണ്ടായ കാലത്തെ ഉദ്ദേശിച്ചാണ് അയ്യാമുള്ള അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു കൂട്ടരെ സംബന്ധിച്ച് അനുഗ്രഹമായും മറ്റൊരു കൂട്ടരെ സംബന്ധിച്ച് ശിക്ഷയായും ഇരിക്കുക സ്വാഭാവികമാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വമ്പിച്ച അനുഗ്രഹമായി കലാശിച്ച ആ സംഭവങ്ങളെ, ഫിറഔനിൽ നിന്ന് രക്ഷ നൽകിയതുപോലുള്ള സംഭവങ്ങളെ അവരെ ഓർമ്മിപ്പിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ദുർമാർഗത്തിൻ്റെ അന്ധകാരങ്ങളിൽ നിന്ന് ജനങ്ങളെ നേർമാർഗത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദഗ്രന്ഥവും കൊണ്ട് അയച്ചിരിക്കുന്നതെന്ന് തുടക്കത്തിൽ, ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. അതേ ആവശ്യാർത്ഥം തന്നെ ചില പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ സഹിതം മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും മുമ്പ് അയക്കുകയുണ്ടായെന്നും സത്യവിശ്വാസികൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെയും സത്യനിഷേധികൾക്ക് അവൻ നൽകിയ ശിക്ഷയെയും ഓർമ്മിച്ചുകൊണ്ട് അവരോട് ക്ഷമയും നന്ദിയുള്ളവരും ആയിരിക്കാൻ വേണ്ടി ഉപദേശിച്ചുവെന്നുമാണ് ഇതിൻ്റെ ചുരുക്കം. അല്പം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ക്ഷമ, നന്ദി എന്നീ രണ്ട് ഗുണങ്ങളാണ് മിക്കവാറും എല്ലാ സൽക്കർമ്മങ്ങളുടെയും ഉത്ഭവമെന്നും അവയുടെ അഭാവമാണ് മിക്കവാറും എല്ലാ ദുഷ്കർമ്മങ്ങളുടെയും ഉറവിടമെന്നും നമുക്ക് കാണാം. ഒരു നബിവചനം ഇവിടെ ഓർമ്മിക്കുന്നതെന്നായിരിക്കും. സത്യവിശ്വാസിയുടെ കാര്യമെല്ലാം ആശ്ചര്യം തന്നെ. അള്ളാഹു ഏതൊരു കാര്യം വിധിച്ചാലും അതവന് ഗുണകരമാകാതിരിക്കുകയില്ല. അവന് വല്ല ദുരിതവും ബാധിച്ചാൽ അവൻ ക്ഷമിക്കും, അപ്പോൾ അതവന് ഗുണപരമായി തീരും. അവന് വല്ല സന്തോഷവും ബാധിച്ചാൽ അവൻ നന്ദിയും കാണിക്കും, അപ്പോൾ അത് അവന് ഗുണമായി തീരുകയും. അടുത്ത വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് തുടർന്ന് പറയുന്നത് കാണുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.